വൈദേകം റിസോർട്ടിനെതിരായ ആരോപണത്തിൽ ഇ ഡി കേസെടുത്തു. ഫെമ നിയമപ്രകാരമാണ് കേസ്. രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, നേരത്തെയും ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടും ഇ പി ജയരാജന്റെ ബന്ധവുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം എന്തൊക്കെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്? രതീഷ് സൂചിപ്പിച്ചതുപോലെ ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടനവധി ആരോപണങ്ങളൊക്കെ പുറത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും PM അഷ്റഫ് എന്നയാൾ നടത്തിയ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൊച്ചി യൂണിറ്റാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. വിദേശത്ത് നിന്ന് പണം വന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും ഫെമ നിയമലംഘനം, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള റിസോർട്ട് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്തു വരികയും അത് നേരത്തെ പി ജയരാജൻ അടക്കം വലിയ വിമർശനം അതിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് ഇ പി ജയരാജൻ മറുപടി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരാമയ ഗ്രൂപ്പിന് കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണെന്ന കാര്യവുമൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിമർശനവും ഒക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഏറെ രാഷ്ട്രീയ വിവാദം കണ്ണൂരിലെ ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ ഇ ഡിക്ക് മുന്നിലേക്ക് ഈ വിഷയം പരാതിയായി എത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഫെമ ആക്ട് പ്രകാരം ഒരു ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.